ഹായ് ഡീസ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അസൂയ എന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. ജലസി നമ്മുടെ വളർച്ചയെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാട്ടോ ഡിയർ ഫ്രണ്ട്സ്. അസൂയ എന്നുള്ളത്, ജലസി എന്നുള്ളത് നമ്മുടെ വളർച്ചയെ അത് മുരടിപ്പിച്ച് കളയും എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നമ്മളുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ഒരു കാറ് വാങ്ങിച്ചു. നമ്മൾ അവനെ ചെന്ന് അഭിനന്ദിക്കുകയാണ്. നിനക്ക് ഇങ്ങനത്തെ കാറ് കിട്ടിയല്ലോ, സന്തോഷം, നിനക്കിനി സുഖമായിട്ട് യാത്ര ചെയ്യാറ്, എന്നാലും നീ ഒരു കാറ് വാങ്ങിച്ചല്ലോ, നിന്റെ അച്ചീവ്മെൻ്റ് ആണത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു സങ്കടം, ഒരു നിരാശ, മനസ്സിന് നേരിയൊരു മുറിവ്. അവനൊരു കാറ് വാങ്ങിച്ചു, എനിക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ചിന്ത. അത് വരരുത്. ഒരിക്കലും അത് വന്നാൽ നമ്മൾ നമ്മളുടെ പ്രോഗ്രസ്സിലേക്ക് പോവില്ല എന്നാണ് ഈ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ വേറൊരാളൊരു വീട് പണിതു, അതിലും നമ്മൾക്കൊരു ചെറിയ വിഷമം വരികയാണ്. എൻ്റെ വീട് ചെറുതാണ്, അവന് വലിയ വീട് വെച്ചു, വലിയ ബംഗ്ലാവ് വെച്ചു. ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ ചിന്തകളാണ് യൂണിവേഴ്സ് എല്ലാ ബ്ലെസ്സിങ്സിൽ നിന്നും നമ്മളെ തടയുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവർ നമ്മൾ ബ്ലെസ് ചെയ്യുന്നുണ്ട്, അവർ നമ്മൾ കൺഗ്രാറ്റ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷാദം കൂട് കെട്ടി കിടക്കുന്നു. ഡോണ്ട് ഡു ദിസ്. മനസ്സിനെ ക്ലിയർ ഔട്ട് ചെയ്യുക. ഉദാഹരണത്തിന്, ഞാൻ മീഡിയയിൽ വരാൻ ഉദ്ദേശിച്ചിരുന്ന ആളെ അല്ലായിരുന്നു. എന്നാൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നിലുള്ള സ്കിൽ കണ്ടെത്തണം. ആ സ്കിൽ കണ്ടെത്തുന്നത് പണത്തിന് വേണ്ടിയായിരിക്കരുത്, സൊസൈറ്റിക്ക് വേണ്ടിയായിരിക്കണം. സൊസൈറ്റിക്ക് നന്മ ലഭിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്നിലുള്ള സ്കിൽ കണ്ടെത്തി. ടീച്ചിങ് ആണ് എൻ്റെ സ്കില്ല്. അപ്പോൾ ആ ടീച്ചിങ് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നോർത്ത് ഞാൻ ആദ്യം മീഡിയയിൽ ചെയ്ത എല്ലാം വൻ പരാജയം തന്നെയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അവിചാരിതമായിട്ടൊരു സാറിൻ്റെ ക്ലാസ് ഞാൻ കാണുകയും എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയും ചെയ്തു. ആ സാറ് പറഞ്ഞ രീതിയിൽ ഞാൻ ക്ലാസ്സുകൾ എഴുതിയെടുത്ത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് അപ്ലോഡ് ചെയ്തു. ആദ്യം ഇൻസ്റ്റാഗ്രാമിലാണ് പരീക്ഷിച്ചത്. അത് വൻപിച്ച വിജയമായിരുന്നു. ഫസ്റ്റ് വീഡിയോയ്ക്ക് തന്നെ എനിക്ക് 58,000 പേര് ഒറ്റയടിക്ക് കയറി എന്നുള്ളതാണ്. എൻ്റെ സമയവും നല്ലതായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ സമയത്തൊന്നും മറ്റുള്ളവരുടെ വളർച്ചയിൽ ഞാൻ അസൂയ പൂണ്ടിട്ടില്ല. അവർ ഒരുപാട് മീഡിയയിൽ വർക്ക് ചെയ്തു, കാശുണ്ടാക്കുന്നു, അവർ വീട് വാങ്ങിക്കുന്നു, കാറ് വാങ്ങിക്കുന്നു, അവർ വിലസി നടക്കുന്നു. ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. പകരം ഞാൻ എന്നിലേക്ക് ഒതുങ്ങിയിട്ട് എന്നിലുള്ള സ്കിൽ കണ്ടെത്തിയിട്ട് അത് ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ മറ്റുള്ളവന് കാറുണ്ടോ, വീടുണ്ടോ, ബാങ്ക് ബാലൻസ് ഉണ്ടോ, അവൻ്റെ മണി എത്രയാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്, അവൻ്റെ കയ്യിലുള്ള ക്യാഷ് എത്രയാണ്, എനിക്കതുപോലെ ഉണ്ടാകണം. ഈ ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് ആരുടെ മുമ്പിൽ നിന്ന് ഉറപ്പിച്ച് പറയാം, എനിക്ക് ജലസിയില്ല, അസൂയയില്ല എന്നുള്ളത്. അതുപോലെ മറ്റുള്ളവരുടെ ഫാമിലി ലൈഫ് കാണുമ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ അവർക്ക് വൈഫുണ്ട്, കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, കുട്ടികളുടെ നല്ല കുടുംബജീവിതം ലീഡ് ചെയ്യുന്നു. ഞാനത് ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും എന്നെ അവരുമായിട്ട് കമ്പയർ ചെയ്യാറില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ യൂണിവേഴ്സ് അവർക്കത് കൊടുത്തു. ഗോഡ് അവർക്കത് കൊടുത്തു, അവരത് ലീഡ് ചെയ്യിക്കുന്നു, അവർ അതിന് നിയോഗിക്കപ്പെട്ടവരാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഗോഡ് എനിക്ക് തന്നു. അവരുടെ കണ്ട് കൊതിച്ചിട്ട് അത് എനിക്ക് ഒരിക്കലും ലഭിക്കില്ല, അതൊരിക്കലും നടക്കില്ലാത്ത കാര്യമാണ്. പിന്നെ എന്തിനു വേണ്ടി അവർക്ക് ലഭിച്ച കാര്യത്തിൽ ജലസി വന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ദുഃഖം അനുഭവിക്കണം? ഞാൻ എപ്പോഴും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം, ജലസി ഉള്ളവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവരെന്നോട് ദേഷ്യപ്പെട്ടാലും ഡോണ്ട് ഡു ദിസ്, നിങ്ങളിങ്ങനെ ചെയ്യരുത്, ജലസി പാടില്ല എന്നുള്ളത്. ജലസി നമ്മുടെ ബ്ലെസ്സിങ്സിനെ തടയും എന്നുള്ളതാണ്. അവനൊരു കാറ് വാങ്ങിച്ചു, നമ്മളവനെ ഉള്ളിൽ തട്ടി നല്ല സന്തോഷത്തോടുകൂടി പറയുക, കൺഗ്രാറ്റ്സ്, നിന്റെ ഒരു അച്ചീവ്മെൻ്റ് ആണത്, ഒരു കാറ് വാങ്ങിച്ചു എന്നുള്ളത്. നിനക്ക് സന്തോഷമായല്ലോ, നിനക്കൊരു കാറ് കിട്ടിയല്ലോ. അതിൽ നല്ല വീടാണ് കേട്ടോ നിന്റെ വീട്, നല്ലത്. ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളിൽ ബെസ്റ്റാണ് നല്ലൊരു വീട് എന്നുള്ളത്. നമ്മൾ തന്നെ ദൈവത്തോട് താങ്ക് യു പറയുക അവന് വേണ്ടിയിട്ട്. അതും നല്ലൊരു ബ്ലെസ്സിങ്സ് ആണ്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും ഞാനത് കണ്ട് കൊതിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവർക്കത് യൂണിവേഴ്സ് കൊടുത്തു എന്നുള്ളതാണ്. എനിക്ക് പിന്നീട് ലഭിക്കുമെന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അതുപോലെ ഞാൻ മീഡിയയിൽ വന്നപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ ചാനലുകൾ തുടങ്ങി, അവരും തുടങ്ങി. അത് കോമ്പറ്റീഷൻ പോലെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ
ഞാൻ അതിൽ അവർക്ക് ഹെൽപ്പ് ചെയ്തു കൊടുത്തു, അവരെ സഹായിച്ചു. അവരെന്നും ചാനലുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നിലുള്ള സ്കിൽ കണ്ടെത്തിയിട്ട് ഒതുങ്ങി മാറിയിരുന്നുകൊണ്ട് എൻ്റെ കഴിവുകളെ ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ട് ഒരു നല്ല ഹാപ്പിനെസ്സോടുകൂടി ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുകയും എൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. ഞാൻ മറ്റുള്ളവരെ ഒരിക്കലും കമ്പയർ ചെയ്യാറില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അസൂയ, ജലസി അത് നിങ്ങളെല്ലാ ബ്ലെസ്സിങ്സിൽ നിന്നും തടയുമെന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരിക്കലും ജലസി പാടില്ല. നമ്മൾ 100-ൽ 80% ആളുകൾ എടുത്ത് നോക്കിയാൽ അവർ ജലസി ഉള്ളവരാണ്. പക്ഷെ ആഗ്രഹങ്ങൾ വേണം. ആഗ്രഹം ഉണ്ടായാലാണ് നമുക്ക് പടവെട്ടി പിടിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അംബിഷൻസ് വേണം. ആ ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം, എല്ലാം അച്ചീവ് ചെയ്യണം. പക്ഷെ അവിടെ ജലസി വരരുത്. അസൂയ വന്നാൽ എല്ലാം പോയി എന്നുള്ളതാണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരോടും പറയാണ്, ജലസി പാടില്ല. മറ്റുള്ളവർ വർക്ക് ചെയ്യുന്നു, ഇപ്പോൾ മറ്റുള്ളവർ മീഡിയയിൽ വർക്ക് ചെയ്യുന്നു, അവർ അതിൽ നിന്ന് ഒരുപാട് പണം സമ്പാദിച്ചിട്ട് വീടുണ്ടാക്കുന്നു, കാറ് വാങ്ങിക്കുന്നു, അവരെ വിലസി നടക്കുന്നു, അവർ ഹാപ്പിയായി നടക്കുന്നു. ഇങ്ങനെയൊന്നും ചിന്ത പാടില്ല. നമ്മളിലുള്ള സ്കിൽ കണ്ടെത്താനാണ് ആ സമയത്ത് ശ്രമിക്കേണ്ടത്. ഞാൻ എല്ലാവരോടും പറയും, നമ്മളിലുള്ള സ്കിൽ, ചിലർക്ക് സ്റ്റിച്ചിങ് ആവാം, ചിലവർക്ക് പാട്ട് പാടാനാവാം, മ്യൂസിക് ആവാം, ചിലർക്ക് ഡ്രോയിങ് ആവാം, ചിലർക്ക് ടീച്ചിങ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് കണ്ടെത്തുക. സ്കിൽ കണ്ടെത്തിയിട്ട് അത് എൻലാർജ് ചെയ്യിപ്പിക്കുക, വലുതാക്കി എടുക്കുക. ആ സ്കില്ലിന് വേണ്ടിയിട്ട് രാത്രിയും പകലും നമ്മളങ്ങോട്ട് ഇൻപുട്ട് ചെയ്യുക. അതിൽ നല്ല ഔട്ട്പുട്ട് നമ്മൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. പകരം മറ്റുള്ളവർ ചെയ്യുന്ന കണ്ട് ഒരു ജലസി വെച്ചുകൊണ്ട് നടന്നാൽ ഓരോ ദിവസം ചെല്ലുന്തോറും യൂണിവേഴ്സ് നമ്മളെ താഴേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അത് നിങ്ങളുടെ മനസ്സ് നന്നാക്കുക, മനസ്സ് ക്ലീനാക്കി വെക്കുക, ഫ്രഷ് ആക്കി വെക്കുക. ഇനി സ്കിൽ കണ്ടെത്തുക. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നിങ്ങളും മണി അട്രാക്റ്റ് ചെയ്യാനും മണി ഉണ്ടാക്കാനും പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രോഗ്രസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ സ്കില്ല് തരികയാണ്. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണ്. നിങ്ങൾക്ക് അസൂയയില്ല എന്ന് വിഷ്വലൈസ് ചെയ്യുക. അസൂയില്ലാത്ത ഹാപ്പി ആയൊരു മനുഷ്യനെ നിങ്ങൾ സഞ്ചരിക്കുന്നതും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതും മറ്റുള്ളവരുടെ നന്മകളിൽ അവരെ അഭിനന്ദിക്കുന്നതും സന്തോഷിക്കുന്നതും വിഷ്വലൈസ് ചെയ്യുക. ജലസി ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ട് മാറുക. അതിനു വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്.